ഞാൻ ഒന്നും വിചാരിക്കില്ല. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അമ്മ കേട്ടാ വിഷമിക്കും. ആദ്യം കാര്യം എന്താണെന്ന് വെച്ചാ പറയേ. രാവിലെ പെണ്ണാണാൻ വന്നവരുടെ കൂട്ടത്തില് ഒരു ലേഡി ഉണ്ടായിരുന്നില്ലേ എടുത്തി? അവര് വസുവിനെ എവിടെയോ വെച്ച് കണ്ടു എന്നല്ലേ പറഞ്ഞത്. ആ നേരത്ത് വസു വല്ലാതെ ടെൻഷനായി. ഏട്ടത്തി അത് ശ്രദ്ധിച്ചിരുന്നോ? അത് മാത്രല്ല എടുത്തി, അവര് നമ്മുടെ വസുവിന്റെ ആദ്യത്തെ കല്യാണത്തെ പറ്റി ചോദിച്ചപ്പോ അവള് കൂടുതൽ പരിഭ്രമിക്കുന്നത് കണ്ടു. എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ അവൾ അവിടുന്ന് മാറാനാ ശ്രമിച്ചത്. അതിനവക്ക് ഭാവനയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തി ശ്രദ്ധിച്ചോ? എടുത്തി എന്താ ഉദ്ദേശിക്കുന്നത്? വസു അവളുടെ ആദ്യ കല്യാണത്തെ കുറിച്ച് എന്തോ ഒരു രഹസ്യം നമ്മളിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എടുത്തി. അത് ശരിയാ അമ്മേ. അതല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് വസുവേട്ടത്തി എന്തിനാ ടെൻഷൻ അടിച്ചത്? വസു എന്തു ചെയ്തു? അവളുടെ ആദ്യ വിവാഹത്തെപ്പറ്റി എന്നോട് പറയാത്ത രഹസ്യം എന്തെങ്കിലും ഉണ്ടായിരിക്കോ? ഏട്ടത്തി ഒരു തവണ വസുവിനോട് ചോദിക്കുന്നത് നന്നായിരിക്കും. ഏട്ടത്തി എന്തായി പറയുന്നേ? രണ്ടാമത് കല്യാണം കഴിഞ്ഞൊരു പെണ്ണ് തന്റെ ആദ്യ കല്യാണത്തിന് പങ്കെടുത്ത ബന്ധുക്കളെ കണ്ടാൽ ഭയപ്പെടുന്നത് സ്വാഭാവികമല്ലേ? വസുവും ചിലപ്പോ അങ്ങനെ പേടിച്ചതായിരിക്കും. അതുമല്ല, കാവ്യയുടെ പെണ്ണ് കാണൽ ചടങ്ങാണ്. ആ സ്ഥലത്ത് വെച്ച് വസു ഇവിടെ രണ്ടാമത് കല്യാണം കഴിച്ചു വന്ന മരുമകളാണെന്ന് അവരെങ്ങാനും അറിഞ്ഞ അവര് കാവ്യയുടെ കല്യാണം ഉപേക്ഷിച്ചാലോ എന്നുള്ള ഭയം കൂടി ചിലപ്പോ വസുവിനുണ്ടായിരിക്കാം. അവൾ അങ്ങനെ ഭയപ്പെടുന്നതിന് 1000 കാരണങ്ങളുണ്ട്. എല്ലാം മോശം കാര്യങ്ങളാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ചില നല്ല കാര്യങ്ങളും കൂടി ഉണ്ടാവാലോ. അങ്ങനെയല്ല എടുത്തി. നോക്കേട്ടത്തി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് വെറുതെ ഓരോന്നാലോചിച്ചു കൂട്ടണ്ട. വസുവിനോട് ഞാൻ ഒന്നും ചോദിക്കില്ല. അമ്മ എപ്പോഴാണ് ഇങ്ങനെ പോസിറ്റീവായിട്ട് മാറിയത് ആന്റി? എപ്പോഴും വേനൽക്കാലം ആയിരിക്കില്ലല്ലോ. മഞ്ഞുകാലവും മഴക്കാലവും ഒക്കെ വരുമല്ലോ. സീസൺ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കല്ലോ. അതുപോലെയാ നിന്റെ അമ്മായിയുടെ മനസ്സ്. അമ്മ നമ്മുടെ ഭാഗത്ത് ഇല്ല എന്നാണെങ്കിൽ അത് വസുവേട്ടത്തിയുടെ നല്ല കാലമെന്ന് അർത്ഥം. പക്ഷെ നമുക്കത് മോശം കാലമായിരിക്കില്ലേ? നിന്റെ അമ്മായിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. നമ്മുടെ ജോലി നമ്മൾ ചെയ്യും. ഉറപ്പായിട്ട് ആ വസു എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അവൾ എന്തോ രഹസ്യം മറച്ചു വെക്കുന്നുണ്ട്. അതെന്താന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ആ വസുവിനെയും ഉണ്ണിയെയും ഈ വീട്ടിൽ നിന്ന് തന്നെ ഓടിക്കാം. ആ സീക്രട്ട് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ആന്റി? ഇന്ന് പയ്യന്റെ വീട്ടുകാരുടെ ഒപ്പം വന്നില്ലേ? ആ സ്ത്രീയെ കൈ കിട്ടിയ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അവരെ എങ്ങനെ കണ്ടുപിടിക്കും? ഈ കല്യാണാലോചന ആരാണ് കൊണ്ടുവന്നെന്നറിഞ്ഞ അവരെ ഉപയോഗിച്ച് മറ്റവരുടെ അഡ്രസ് കണ്ടുപിടിക്കാം. ഈ ആലോചന കൊണ്ടുവന്നത് അഭിയേട്ടനല്ലേ? എന്നാ അവനോട് തന്നെ ചോദിക്കാം. അയ്യോ, അവനോട് ചോദിക്കാനോ? അവനോട് ചോദിക്കുന്നത് ബുദ്ധിമുട്ടാ. പിന്നെ വേറെ ആരോട് ചോദിക്കും? നിന്റെ അമ്മയോട് ചോദിക്കാം. അമ്മ എന്തിനു നമ്മളോട് പറയണം? ആരോടും ഒന്നും ചോദിക്കില്ലെന്നല്ലേ അമ്മ ഇപ്പൊ പറഞ്ഞേ? അതിനുള്ളിൽ തന്നെ ഉത്തരവുണ്ടല്ലോ. ആരോടും ഒന്നും ചോദിക്കില്ല എന്നാണ് അവര് പറഞ്ഞതെങ്കിൽ നമ്മൾ ചോദിക്കണമെന്നല്ലേ അർത്ഥം. നിന്റെ അമ്മായി ബുദ്ധിപരമായിട്ട് ഈ ജോലി നമ്മളെ ഏൽപ്പിച്ചതാ. നിനക്ക് മനസ്സിലായോ? ഹലോ കാവ്യ, കാശും ആഭരണങ്ങളും എടുത്തല്ലോ? എല്ലാം എടുത്തിട്ടുണ്ട് രാഹുൽ. ഞാൻ ഇറങ്ങാൻ പോവാ. നീ എവിടെയുള്ളേ?
നിന്റെ വീടിനടുത്ത് തന്നെ ഉണ്ട്. നീ വീടിന് പുറത്തേക്ക് വാ, ഞാൻ പിക്ക് ചെയ്യാം. ശരി രാഹുൽ, ഞാൻ ദേ എത്തി. ഈ നേരത്തെ നീ എവിടേക്കാ പോകുന്ന കാവ്യ? രാഹുലിനെ കാണാനാണോ? വീട്ടിലുള്ള ആഭരണങ്ങളും പണവും എല്ലാം നീ എടുത്തായിരുന്നോ? നിന്നെ കൊണ്ടുപോകാനായിട്ട് രാഹുൽ തന്നെ വരാന്ന് പറഞ്ഞോ? കല്യാണം എവിടെ വെച്ചാ? അമ്പലത്തിലാണോ അതോ രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണോ അതോ പോലീസ് സ്റ്റേഷനിലോ? സാക്ഷിയായിട്ട് ആരാ സൈൻ ചെയ്യാൻ വരുന്ന കാവ്യ? ഞാനും നിന്റെ ചെറിയച്ഛന് വന്നാ മതിയോ? അല്ലെങ്കിൽ നിന്റെ മുത്തച്ഛനോടും മുത്തശ്ശിയോടും വരാൻ പറയാം. ചെറിയമ്മേ, അത് നീ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഈ രാത്രി ഇവിടെ ഞാൻ കാത്തു നിന്നത്. ഞാൻ വേറെ ആരും കല്യാണം കഴിക്കില്ല ചെറിയമ്മേ. ദയവ് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്ക്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ അടിക്കണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് നിൽക്കുമ്പോ നീ നിന്റെ വായിൽ തൊന്നൊക്കെ പറയാണോ? കൊന്നുകളയും ഞാൻ. ഹലോ കാവ്യ, നീ പുറത്തിറങ്ങിയോ? നീ എവിടെയാടാ നിൽക്കുന്നേ? ഹലോ, ആരാ? കാവ്യയുടെ ചെറിയമ്മ. കാവ്യയോട് നീ വീട് വിട്ട് ഇറങ്ങി വരാൻ പറഞ്ഞല്ലേ? അലവലാതി. നീ എവിടെയാണെന്ന് പറയടാ, അടിച്ച് ഷേപ്പ് മാറ്റാനാ.
കണ്ടല്ലോ നിന്റെ വീരനായ കാമുകന്റെ ധൈര്യം. ഇങ്ങനെ ഒരുത്തിന് വേണ്ടി പാതിരാത്രി വീട് വിട്ട് നീ അവന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ നോക്ക. പെൺകുട്ടികൾ ഒരു തവണ വീട് ഉപേക്ഷിച്ച് ഇറങ്ങി പോവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയോ? പട്ടി കടിച്ച പോലെ ആയിപ്പോകും ജീവിതം. ചാകാനും പറ്റാതെ ജീവിക്കാനും പറ്റാതെ നരകവേദന അനുഭവിക്കും. അങ്ങനെ ഒരു ജീവിതം നിനക്ക് ആവശ്യമുണ്ടോ കാവ്യ? സമാധാനത്തോടെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലേ? എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാനിതൊക്കെ പറയണോ? വേണ്ട ചെറിയമ്മേ, രാഹുൽ വളരെ നല്ലൊരു പയ്യനാ. അവൻ എന്നെ ജീവനാ. എന്നെ അവൻ പൊന്നുപോലെ നോക്കും. വായടക്കടി. ഇപ്പോഴും നീ അവനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുകയാണോ? പഠിച്ച കുട്ടിയല്ലേ നീ? ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ടെന്നൊക്കെ അറിയില്ലേ നിനക്ക്? നിനക്ക് അത്രയ്ക്ക് പോലും സെൻസ് ഇല്ലേടി? ശരിക്കും സ്നേഹിക്കുന്നവൻ കള്ളനെ പോലെ വീട്ടിലേക്ക് വരില്ല. ആണുങ്ങളെ പോലെ വീട്ടുകാരോട് വന്ന് സംസാരിക്കും. ഇങ്ങനെ ആഭരണങ്ങളും പണവും എടുത്തോണ്ട് പാതിരാത്രി വീട് വിട്ട് ഇറങ്ങി വരാൻ പറയുന്നവൻ യഥാർത്ഥ കാമുകനല്ല. കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി വെച്ചിട്ട് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുന്നവനാണ് യഥാർത്ഥ കാമുകൻ. ഇനി മേലിൽ ഇതുപോലെ എന്തെങ്കിലും കാണിച്ചു കൂട്ടാനാണ് ഉദ്ദേശമെങ്കിൽ കൊന്നുകളയും ഞാൻ. മര്യാദയ്ക്ക് അകത്ത് കയറി പൊടി. പണവും ആഭരണങ്ങളും എവിടെ നിന്ന് എടുത്തോ അവിടെ തന്നെ തിരിച്ചു വെച്ചേക്ക്. ബാഗിലെടുത്ത തുണിയെല്ലാം തിരിച്ച് ഷെൽഫിലേക്ക് വെച്ചേക്ക്. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാവരെയും വിളിച്ചുണർത്തി നീ ചെയ്യാൻ പോയ കാര്യം ഞാനങ്ങ് പറയും. എന്താടി ആലോചിച്ചോടെ നിൽക്കുന്നേ? കേറിപ്പോടി അകത്ത്. എന്തായത് ഇപ്പോഴും നല്ല ഉറക്കത്തിലാണല്ലോ. സാധാരണ നേരത്തെ എഴുന്നേറ്റ് ബെഡ് കോഫി ആയിട്ട് എന്നെ വിളിക്കാനാണല്ലോ പതിവ്. ഇന്നിതെന്തു പറ്റി? പനിയെങ്ങാനും വന്നു കാണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്തേ എന്തേ മുല്ലേ കന്നിവേയിൽ വന്നേ ചാരേ, പിന്നെന്തേ ഓമൽ ചുണ്ടിൽ പുഞ്ചിരിത്തേൻ പെയ്തിലെന്തേ, കണ്ണോട് കാവലായി കസ്തൂരി തെന്നലില്ലേ, കുഞ്ഞു കുറുമ്പോളവുമായി കൂടെ ഞാനും ഇല്ലേ.
കൈകളിൽ ചെന്താമരപ്പൂവായി മാറുകയായി നീ തന്നിതെന്നിൽ മായാ പ്രപഞ്ചം ഞാൻ നിഴലായെന്നും പിന്നെന്തേ എന്തേ മുല്ലേ കന്നീവേൽ വന്നേ ചാരേ. വെരി ഗുഡ് മോർണിംഗ് വസുന്ധര. സമയം എന്താ ചേട്ടാ? ടെൻഷൻ ആവണ്ട, എന്നും എഴുന്നേൽക്കുന്നതിനേക്കാളും കുറച്ച് വൈകിയെന്നേ ഉള്ളൂ. ഏട്ടൻ എഴുന്നേറ്റിട്ട് എത്ര നേരമായി? ആ, തന്നെക്കാളും കുറച്ചു മുമ്പ് എഴുന്നേറ്റതേ ഉള്ളൂ. ഞാൻ എന്താ ഇത്രയും നേരം ഉറങ്ങിപ്പോയത്? ഉറങ്ങുന്നത് വളരെ നല്ല കാര്യമാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ. തനിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കോഫി. ചേച്ചിയാണോ കോഫി ഇട്ടത്? ഞാൻ തന്നെ ഇട്ടോണ്ട് വന്നതാ. ഏട്ടനോ? എന്താടോ, ദോശ ചുട്ടുതന്ന എനിക്ക് ഇതുണ്ടാക്കാനാണോ പാട്? ഏട്ടൻ കുടിക്കാതെ എനിക്കെന്തിനാ തന്നെ? അത് തനിക്കുള്ള കോഫിയാ. അതെന്തിനാ ഏട്ടൻ എനിക്ക് കോഫി തരുന്നേ? എന്നും താനല്ലേ തരാറ്, ഇന്ന് ഞാനുണ്ടാക്കി തരാന്ന് വെച്ചു, അത്ര തന്നെ. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ആദ്യം കോഫി കുടിച്ചിട്ട് നല്ലതാണോ അല്ലയോ എന്ന് പറയും, എന്നിട്ട് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഫേസ് എന്താ മാറിപ്പോയത്? കോഫി അത്രയ്ക്ക് ബോറാണോ? ഈ കോഫി ഏട്ടനാണോ ഇട്ടത്? അതേടോ. വളരെ സൂപ്പർ ആയിട്ടുണ്ട് ഏട്ടാ. റിയലി? ഏട്ടൻ ഇത്രയും നന്നായിട്ട് കോഫി ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കോഫി ഇത്ര നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ താൻ എന്നെ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാ മതി, എന്നും നല്ല ഉഗ്ര കോഫി ഞാൻ ഇട്ട് തരാം. അതൊന്നും വേണ്ട, നേരത്തെ എഴുന്നേറ്റ് ഏട്ടൻ ഉണ്ടാക്കുന്ന പോലെ കോഫി ഉണ്ടാക്കാൻ ഞാൻ പഠിക്കാം. അയ്യോ, ഒരുപാട് ലേറ്റ് ആയി പോയി. ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കി വെക്കാം. ഷുവർ. അതെ ഏട്ടാ. എന്താടോ? താങ്ക്സ് ഫോർ ദ പെർഫെക്റ്റ് കോഫി. ഗുഡ് മോർണിംഗ് ചേച്ചി. വാ മോളെ വസുന്ധരെ, ഇതൊരു ഉറക്കം എണീക്കാൻ നേരമായില്ലല്ലേ? രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ കുറച്ച് ലേറ്റായി ചേച്ചി. കുറച്ചു മുമ്പ് എന്റെ അനിയൻ നിനക്കൊരു കോഫി എടുത്തോണ്ട് പോയപ്പോഴേ ഞാൻ കരുതിയതാ. അപ്പൊ കാര്യങ്ങളൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനെയൊന്നുമില്ല ചേച്ചി. അതിനിപ്പോ നീ എന്തിനാ നാണിക്കുന്നേ? ചെയ്യാൻ പാടില്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നേ. അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ചെയ്തില്ല. പിന്നെ മുഖത്തോട് മുഖം നോക്കി നിങ്ങൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നോ? അത് ഞാൻ വിശ്വസിക്കണമെന്നാണോ? കളിയാക്കുന്ന കാര്യത്തിൽ ചേച്ചിയോട് മത്സരിക്കുന്ന എന്നെ കൊണ്ട് പറ്റില്ല. അത് ശരി, കാവ്യ ഉറങ്ങി എഴുന്നേറ്റായിരുന്നോ? എപ്പോഴെണീറ്റു? അവള് റെഡിയായി പോവുകയും ചെയ്തു. എവിടേക്കാ ചേച്ചി പോയത്? രാവിലെ അവളുടെ ഏതോ ഫ്രണ്ട് ഫോൺ ചെയ്തിരുന്നു. അർജന്റ് ജോലി എന്തോ ഉണ്ടെന്നും പറഞ്ഞ് തിരക്ക് പിടിച്ച് പോയതാ. അയ്യോ, എന്തിനാ ചേച്ചി അവളോട് പോവാൻ പറഞ്ഞേ? ഇപ്പൊ അവള് പോയാൽ എന്താ വസു? ഫ്രണ്ടിന്റെ വീട്ടിലേക്കല്ലേ പോയിരിക്കുന്നേ? ഈ സമയത്ത് അവളെ പുറത്തു വിടാൻ പാടില്ല ചേച്ചി. നീ എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നേ? ചേച്ചിയുടെ ഫോൺ എവിടെയാ? എന്തിനാ വസു? ചേച്ചിയുടെ ഫോൺ ഒന്ന് തന്നെ.
നീ ആരെയാ വിളിക്കുന്നേ? കാവ്യ വിളിക്കാം. കണ്ടില്ലേ, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അർജന്റ് ജോലിയാണെന്ന് പറഞ്ഞല്ലേ പോയത്. വർക്കിലിരിക്കുന്നോണ്ടായിരിക്കും ഫോൺ സ്വിച്ച് ഓഫ്. അല്ല ചേച്ചി, മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നതാ. എന്തിനാ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്യുന്നേ? അവൾ എവിടെയാ പോയിരിക്കുന്നെന്ന് നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടി. നീ എന്താ ഈ പറയുന്ന വസു? കാവ്യ പുറത്തു പോകാൻ അനുവദിച്ച് ചേച്ചി തെറ്റ് ചെയ്തിരിക്കുക. ഇപ്പൊ എന്തായിന്നാ ഈ പറയുന്നേ? ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് വരാന്ന് പറഞ്ഞാ വേണ്ടെന്ന് എങ്ങനെ പറയും? അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രിക്റ്റ് ആവേണ്ട കാര്യമുണ്ടോ? ഈ സമയത്ത് സ്ട്രിക്റ്റ് ആകണം. ഒന്നും വിചാരിക്കലേ വസു. നീ കാവ്യയുടെ കാര്യത്തിൽ ഒരുപാട് പേടിക്കുന്നുണ്ട്. നീ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുവാ. അയ്യോ, ചേച്ചിയോട് ഞാൻ എങ്ങനെയാ പറയാ? ഇന്നലെ രാത്രി ഞാൻ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവൾ ഈ വീട് വിട്ട് പുറത്തു പോയനെ. ഇപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം നഷ്ടപ്പെടുവോ? ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കലേ വസു. ജോലി കഴിഞ്ഞ ഉടനെ അവള് വീട്ടിലേക്ക് വന്നോളും കേട്ടോ. ഇന്നലെ രാത്രി സംഭവിച്ചത് ചേച്ചിയോട് പറയാൻ പറ്റില്ല. ഇപ്പോഴെന്താ സംഭവിക്കുന്നെന്നും അറിയില്ല. ഈശ്വര, കാവ്യ ശരിക്കും ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെയാണോ പോയത്, അതോ രാഹുലിനെ കാണാൻ വേണ്ടിട്ടാണോ പോയത്? ആ രാഹുൽ എവിടെയാണെന്നും അറിയില്ല. നീ എവിടെയാ കാവ്യ? എന്താളിയാ നീ പറയുന്നേ? കാവ്യയുടെ വീട്ടില് എന്നെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അറിയടാ. അവളെ വേറൊരുത്തിന് കല്യാണം കഴിപ്പിച്ചെടുക്കാൻ പ്ലാൻ ചെയ്യാ. കാവ്യ വീട് വിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അവളുടെ ചെറിയമ്മ അവളെ പിടിച്ചു. എനിക്കും കാവ്യക്കും വാർണിംഗ് തന്നിരിക്കുക. ഇതവളുടെ നല്ലതിന് വേണ്ടി സംഭവിച്ചെന്ന് തോന്നുന്നു. നീ കാവ്യ അങ്ങ് മറന്നേ കളിയാ. ഞാൻ ഇങ്ങനെയാണ് അവളെ വിടുന്നത്. എത്ര കഷ്ടപ്പെട്ടാ ഞാൻ അവളെ ട്രാപ്പ് ചെയ്തെന്നറിയോ? കോടീശ്വരന്റെ വീട്ടിലെ മരുമകനായി ലൈഫ് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചതാ. എന്റെ പ്ലാൻ മൊത്തം കുളമായി. അതിനളിയൻ കാവ്യ സിൻസിയർ ആയിട്ടൊന്നും അല്ലല്ലോ പ്രേമിക്കുന്നത്. അവളുടെ സ്വത്ത് ആഗ്രഹിച്ചു. അത് തെറ്റല്ലേ അളിയാ? തെറ്റ് ചെയ്യാതെ ആർക്കും മുന്നേറാൻ പറ്റില്ലടാ. ജീവിതത്തിൽ മുന്നേറാനായി ഓരോരുത്തർ ഓരോരോ വഴികൾ തിരഞ്ഞെടുക്കും. ഞാൻ ലെഫ്റ്റ് ട്രാക്കാണ് തിരഞ്ഞെടുത്തത്.